മകരവിളക്കിന് ശബരിമല സന്നിധാനം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. നാളെ വൈകിട്ട് 5 മണിയോടെ തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ സ്വീകരിക്കും. വൈകിട്ട് 6:30-ക്ക് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് പിന്നാലെ മകരവിളക്ക്. പമ്പവിളക്കും പമ്പാ സദ്യയും ഇന്ന് നടക്കും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മളിപ്പോൾ പ്രയാഗ്രാജിലെ കാഴ്ചകളൊക്കെ രഞ്ജിത്ത് കാണിച്ചതേ ഉള്ളൂ. എന്താണ് ശബരിമലയിലെ അവസ്ഥ? അവിടെയും വലിയ തിരക്കുണ്ടോ? ആ തിരക്ക് നിയന്ത്രിക്കാൻ നടത്തിയ സംവിധാനങ്ങളെല്ലാം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായും നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്ത് പറയുന്നത് അവിടുത്തെ ഒരു ഉത്സവ അന്തരീക്ഷം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ എത്രത്തോളം പ്രയാഗ്രാജ് എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നും ഉള്ള അത് ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, കണ്ടില്ലെങ്കിൽ പോലും. എന്തായാലും ശബരിമലയിലും അതാണ്, സമാനമായ സ്ഥിതിയാണ്. എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ക്ഷേത്രം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കുരുത്തോലകളും മറ്റും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. സുരക്ഷ ഏതാണ്ട് 2-3 ദിവസം മുൻപ് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞതാണ്. അതായത് സംസ്ഥാന DGP തന്നെ നേരിട്ടെത്തി സുരക്ഷാ പരിശോധനയെല്ലാം നടത്തി മടങ്ങിയതാണ്. ഇനിയിപ്പോ ഇന്ന് ഏതാണ്ട് 50,000 പേർക്ക് മാത്രമാണ് ദർശനം ഉള്ളത്, നാളെ 40,000-വും. പക്ഷെ ഇതിനകം തന്നെ ഇവിടെ എത്തുന്ന ഭക്തരെല്ലാം വിവിധ ഇടങ്ങളിൽ തമ്പടിക്കുന്നു, പർണശാലകൾ കെട്ടി തമ്പടിക്കുന്നു, വൈകുന്നേരം ഭജന നടത്തുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് മിനിഞ്ഞാന്ന് മുതൽ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഇപ്പൊ ഈ സമയത്ത് ദർശനത്തിനെത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ഒരല്പം തിരക്ക് കുറവുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ 50,000 പേർക്കൊക്കെ പ്രതിദിന ദർശനമുള്ളൂ എന്നതുകൊണ്ട് വലിയ തിരക്കില്ല. ഇപ്പോ രാവിലെ ഈ വലിയ തിരക്ക് ക്യൂവിൽ കാണുന്നത് അതിന്റെ പ്രധാന കാരണം ഇപ്പോ ഉഷപൂജ കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് നട അടച്ചിരുന്നു, അതിനുശേഷം നട തുറക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടുള്ള ഒരു വലിയ തിരക്കാണ്. പക്ഷേ ഈ 50,000 ആളുകൾ എത്തിയാൽ പോലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എത്തുന്ന ഭക്തർ വിവിധയിടങ്ങളിൽ പർണശാലകൾ കെട്ടി താമസിക്കുന്നതുകൊണ്ട് തന്നെ ശബരിമല സന്നിധാനം ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്നു. പലയിടങ്ങളിലും ഈ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ തമ്പടിച്ച് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ വൈകുന്നേരമാണ് മകരവിളക്ക് നടക്കുക. നാളെ രാവിലെ 8:45-ന് മകരസംക്രമ പൂജയുണ്ട്. ധനുവിൽ നിന്ന് മകരത്തിലേക്കുള്ള ഒരു സംക്രമം, അത് രാവിലെ 8:45-നാണ് ആ പൂജ നടക്കുക ക്ഷേത്രത്തിൽ. വൈകുന്നേരം 5 മണിയോടുകൂടി ശരംകുത്തിയിൽ സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നു. 6:30-യോടുകൂടിയാണ് ദീപാരാധന. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര പുലർച്ചെ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ശബരിമല സന്നിധാനം ലക്ഷ്യമാക്കി പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്നിപ്പോൾ ലാഹ സത്രത്തിലാണ് വിശ്രമമുള്ളത്. നാളെ പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ അവിടെ നിന്ന് കാനനപാത വഴി തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. നിലയ്ക്കൽ, അതിനുശേഷം അട്ടത്തോട് വഴി കാട്ടിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. അതിനുശേഷം പുഴയെല്ലാം കടന്ന് വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് പമ്പയിലെത്താതെ നേരെ നിലയ്ക്കലേക്ക് നീലിമല ടോപ്പിലേക്ക് എത്തുകയാണ് തിരുവാഭരണ ഘോഷയാത്ര ചെയ്യുക. എന്തായാലും വലിയ ഭക്തിയുടെ ഒരു വലിയ ആവേശം തന്നെ ഈ ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കും. മകരവിളക്കിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ ഭക്തനും. ശ്രീജിത്ത്, അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തുടർന്നും ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒക്കെ അവിടെ നിന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ അങ്ങോട്ട് മടങ്ങിയെത്താം. എന്തായാലും അവിടെ എത്തുന്ന എല്ലാവർക്കും വളരെ സുഖകരമായ ദർശനവും വളരെ സുരക്ഷിതമായ ഒരു യാത്രയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.